വലിയവരായ നബിമാരാണ്. കാരണം അവർക്ക് പോലും പേടിയായിരുന്നു മരണം എങ്ങനെയാകുമെന്ന്. മരിക്കുന്ന സമയത്ത് ഈമാന് കിട്ടണം. ഞങ്ങളെല്ലാം നാളേക്ക് വെച്ചല്ലേ, നാളെ നേരാവാ. പണ്ട് വർഷം നോമ്പ് നോക്കാ, ഇൻഷാ അല്ലാഹ് മറ്റൊന്ന് വെള്ളിയാഴ്ച പിന്നെ ക്ലിയർ ആവാ. നാളെ പിന്നെ സിയാറത്ത് തുടങ്ങാ. ഈ ആണ്ട് നോമ്പ് വന്ന് പിന്നെ ഖത്തോത് സുറുവാവണോ, ഇൻഷാ അല്ലാഹ് മംഗലായി പിന്നെ നേരാവണോ. ആ സ്വത്ത് കയ്യിലായി പിന്നെ സക്കാത്ത് കൊടുക്കണോ. ഇപ്പൊ ഒരു കാറുണ്ട്, രണ്ടാമത്തെ കാറമേങ്ങി പിന്നെ പള്ളിക്ക് ടൈൽസ് കൊടുക്കണോ. ഇങ്ങനെയെല്ലാം ഞങ്ങൾ പിന്നക്ക് വെച്ചാ ഇപ്പൊ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. എന്നാൽ നീ ഒന്ന് മനസ്സിലാക്കണോ, നിന്റെ ആഗ്രഹം പൂവണിയുന്നതിന് മുമ്പ് മരണം നിന്നെ പിടികൂടാം. ഏത് സമയത്തും മരണം വരാം. ആ മരണമാലാക നിന്റെ ബാക്കാലിയുണ്ട്. മരണവെപ്രാളത്തിൽ നീ പെടുമ്പോ, അസ്രായേൽ നിന്റെ മുന്നിൽ വരുമ്പോ, മരണമാലാകയെ കാണുമ്പോ നീ എവിടെ നിന്നതാ പറയുന്ന ഒരു വാക്ക് ഖുർആൻ പറയുന്നുണ്ട്. ഖാല റബ്ബി റജിഊൻ. പടച്ചോനെ, എന്നെ കുറച്ച് ലേറ്റാക്കണോ അല്ലാ, എന്നെ പെട്ടെന്ന് മരിപ്പിക്കരുത് അല്ലാ, എന്നെ പിടികൂടരുത് അല്ലാ, എന്നെ മടക്കണേ അല്ലാ. ലഅല്ലി അമലു സാലിഹൻ ഫിമാ തറക്തു. അതേ കഴിഞ്ഞ കാലത്ത് ഞാൻ ഉപേക്ഷിച്ച എല്ലാ കാര്യങ്ങളും കർമ്മങ്ങളും എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ ചെയ്തോളാം അല്ലാ. ഞാൻ ഇഷ്ടം പോലെ കൊടുക്കാം. ഇതുവരെ ഞാൻ അണ്ടവകയിലായിരുന്നു. അല്ലേ എന്ത് കേട്ടെങ്കിലും നണ്ടട്ടോ ഉണ്ടു, എന്തെല്ലോ ഉണ്ട്, നണ്ടട്ട് എന്തോ ഉള്ളു. ഈ കുറി എന്തില്ല, കച്ചവടമേ ഇല്ല. കച്ചവടമല്ല ഓണിക്ക. ഓ എന്നിട്ടും അവന്റെ ബായലെന്തരോ നണ്ടൊട്ട് എന്തരുണ്ട്. ഉറൂസിന്റെ എന്തെങ്കിലും കളക്ഷൻ നിങ്ങൾക്ക് പോയെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നോക്കുമല്ലോ നിങ്ങൾ ഞങ്ങളെ നാട്ടിലെ പൈസക്കാർക്ക് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് കൊറോണ വന്നിട്ടൊന്ന് വലിയൊരു അടിയൊന്നും ആയിട്ട. അടിയല്ല മൂലാമാർക്കാണ്. എങ്ങനെയും ശമ്പളവും ഇല്ല, ഉള്ള ശമ്പളവും പാതി, അതും നേരെ കൊടുക്കുന്നുമില്ല. ഇടത്തെ വിഷയമല്ല. ഇടത്തെ എങ്ങനെ എനിക്കറിയൂല്ല. ഈ പറഞ്ഞ ഉള്ളിൽ ഈ പറഞ്ഞതിന്റെ ഉള്ളിൽ പറയപ്പെടാൻ മടക്കപ്പെടാൻ പറ്റുന്ന ലമീർ ഉണ്ടെങ്കിൽ അതന്നെ, പിന്നെ ഇനി കൂടുതൽ പിന്നെ ചിന്തിക്കേണ്ടതുമില്ല. ഇല്ലേ, നല്ലോണം ബുദ്ധിമുട്ട് അനുഭവിച്ചവർ അവരാണ്. അല്ലാണ്ട് പിന്നെ എല്ലാവർക്കും കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹു തആല ഞങ്ങളെ കച്ചവടം, ബിസിനസ്, കൃഷിയിലൊക്കെയും ബർക്കത്ത് ചെയ്യട്ടെ. പക്ഷെ എന്നാലും കൊടുക്കേല, ഞമ്മ കൊടുക്കേല. ഞാൻ അള്ളാന്റെ ദീനിന് കൊടുക്കേല, പള്ളിക്ക് കൊടുക്കേല. ഞങ്ങൾ മരുന്നിന് എത്രയും ചെലവാക്കും. ഞങ്ങൾ പാപത്തോർക്ക് കൊടുക്കേല, ഞങ്ങൾ ആലിമീങ്ങൾക്ക് കൊടുക്കേല, ഞങ്ങൾ മുത്താലിമീങ്ങൾക്ക് കൊടുക്കേല. എന്നെ ആരെങ്ങോർത്ത് കൊടുക്കാൻ പോയെങ്കിൽ 200 വേണ്ടല്ല, 200 വേണ്ട, 100 മയ്യാവും. ഈ മയ്യാക്കുന്നത് നിന്റേതല്ലേ, ആരാന്റേതല്ലേ? ഏതായാലും കൊടുക്കുന്നുമില്ല, കൊടുക്കുന്നവരെ കൊടുക്കാൻ വിടുന്നുമില്ല. ഇവനാണ് സത്യത്തിൽ ഏറ്റവും വലുത് ദജ്ജാൽ. അല്ലേ, നന്മ തടയുന്നവരാണ്. നമുക്ക് നന്മ ചെയ്യാനൊരു ആഗ്രഹമില്ല. നിസ്കരിക്കണമെന്നില്ല, നോമ്പില്ല, സുന്നത്തില്ല, സദക്കയില്ല, സക്കാത്തില്ല, എന്തും നമ്മളെ കയ്യിലില്ല. ഇപ്പൊ നോക്കൂ, ഉറൂസ് കമ്മിറ്റിന്റെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരാള് നമ്മളെ ഇനി എന്തെങ്കിലും ഒരു കളക്ഷൻ ഇപ്പൊ വരുന്നു. അങ്ങനെ വരുമ്പോക്ക് നമ്മളെ പേരിന്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞമ്മ കിടാവിനെ, ചെറിയ കിടാവിനെ വിട്ടിട്ട് എന്ത് ചെന്നേ, അതാ അങ്ങ് വന്നോണ്ടുള്ളാറ്. ഉറൂസ് കമ്മിറ്റി സെക്രട്ടറി ഖജാൻജി, ഞങ്ങൾ മദ്രസ കമ്മിറ്റി സെക്രട്ടറി അബ്ബു, ഇസ്മായില്, നൗഷാദ് എല്ലാം വന്നോണ്ടില്ലാറ്. മോണോ നണ്ട കേട്ടെങ്കിൽ, അബ്ബ കൊണ്ടൊന്ന് കേട്ടെങ്കിൽ, ബോബ കൊണ്ടൊന്ന് കേട്ടെങ്കിൽ ഇവിടെ ഇല്ലാൻ ചൊല്ലും ചെന്നൊരു വേഗ കിടാവറെ കടത്തിൽ പുറത്തു. ഇല്ലേ, എത്ര ആൾമാരുണ്ട് ഊടില്ല, ചിലയിടത്തുണ്ട് അങ്ങനെ കിടാവ് പുറത്ത് വന്നിരുന്ന റെഡി ആയിട്ട് അങ്ങ് വന്നാറല്ലേ, വന്നോണ്ടുള്ളാറല്ലേ. എന്തേ മോണോ, റാഹത്തല്ലേ? അൽഹംദുലില്ലാ റാഹത്ത്. എന്തുമോ നിന്റെ പേര് നൗഫല് ഒക്കെ, നിന്റെ വിളിക്കറ നൗഫു. അൽഹംദുലില്ലാ. ഓണ്ട് നിന്റെ അബ്ബ ഊടെ ഉണ്ടാന്ന് കേട്ടെങ്കിൽ ഇല്ല ചൊന്നിട്ട് ഉൾക്കോടിയത്. കാരണം കിടാവിന് കള്ളം പറയാൻ അറിയില്ല. ഇയാള് ജാമ കള്ളനാണെങ്കിലും, അബ്ബ ജാമ കള്ളനാണെങ്കിലും കിടാവ് പളുങ്കല്ലേ, കിടാവ് നല്ലതല്ലേ, അതിന്റെ മനസ്സ് നല്ല മനസ്സല്ലേ. പിള്ള മനസ്സിൽ കള്ളമില്ല. കളവ് പഠിപ്പിക്കുന്ന ഞങ്ങ
എന്നിട്ട് അബ്ബ ഉമ്മ ചൊന്നോ അവരൊട്ട് കൂടിയിട്ട് ബെടക്കായ അവൻ്റെ ഒട്ട് കൂടിയിട്ട് ബെടക്കായ നിങ്ങമേ ബെടക്കാക്കിയോ അവൻ്റെ ഒട്ട് കൂടിയിട്ട് ബെടക്കായതല്ലേ അവൻ്റെ ഒട്ട് കൂടിയിട്ട് ബെടക്കായിട്ടില്ലേ റായത്തങ്ങ ബെടക്കാക്കില്ല നിങ്ങളെ മക്കളെ ഒരു ബാലക്കാരും ബെടക്കാക്കിട്ടില്ല നിങ്ങളെ മക്കളെ ബെടക്കാക്കിയത് നിങ്ങമേ എന്തേ അല്ലെങ്കിലും ആരുടെ കളവ് പഠിപ്പാട്ടിപ്പ അബ്ബ ഇനി പിന്നെ ഒരു സാമ്പിൾ നോക്കൂ ഫോൺ വന്നു ഇയാൾക്ക് അർജന്റ് എന്തോ 50,000 കൊടുക്കുന്നുണ്ടോ അയാളെ ഫോൺ വന്നപ്പോ കൊന്തയ്യോ പണിയല്ല വന്നല്ല ഫോൺ കൊടുക്കണല്ലേ ഇന്ന് ഉണ്ടല്ലേ ഡേറ്റ് ഇയാളെന്തൊക്കെയോ വന്നിട്ടുണ്ടാ വേഗ വെഞ്ഞേരം കേട്ടെങ്കിൽ എടുത്തിട്ട് വേഗ ചൊല്ലും അയാളെ കൊണ്ടില്ല അയാൾ തോട്ടത്തേക്ക് പോയിരുന്നു അയ്മ ഇയാളെ ഉഷാർ അയ്മ ഇതാ 12 അടി യുദ്ധത്തിനാവും ചൊല്ലണ്ടല്ലോ അയ്മ ഫോൺ എടുത്തിട്ടൊക്കെ നിങ്ങളെ വിഷയമേ ആക്കിക്കൊണ്ടിരുന്ന സുബൈന്ന് പിടിച്ചിട്ട് തുറന്ന് നിങ്ങൾ വിഷയം ഇതൊന്നും ചൊല്ലിയില്ല ഈമക്ക് പിന്നെ കൂട്ടം ചെല്ലണ്ടല്ലോ ഈമ വലിയ ശാരിയാണ് വലിയ ആളാണ് ഈമ 1-10 കൂട്ടിട്ട് വിട്ട് അയാൾ ഓടിയില്ല അയാൾ എന്താ ഇത്ര നാക്കളൊന്നും മറന്നിട്ടെന്തോ അവിടെ ഫോണില്ല മൊബൈലെന്തോ ഇത് ഫസ്റ്റ് അയാൾ മൊബൈൽ മറന്നിട്ട് അയാൾ ഉടമേ ഉണ്ട് ഈ കളവല്ല ആര് ചൊല്ലോ ഉമ്മ ഇത് ആര് കേട്ടോണ്ടുണ്ടോ LKG UKG പഠിച്ചോണ്ടുള്ള നിങ്ങളെ മക്കൾ കേട്ടോണ്ടുണ്ടോ നാളെ ഇത് നല്ലൊരു കോച്ചിങ് ഇത് നല്ലൊരു സ്റ്റഡി ക്ലാസ് ഇത് നല്ലൊരു ഗൈഡൻസ് നാളെ ഈ കളവ് ചൊല്ല പഠിക്കട്ടെ നിങ്ങൾ നിന്നിട്ട് റായത്തങ്ങൾ വിടക്കാക്കിയതല്ലേ ചില അപ്പ ഉമ്മമാർ സാധാരണ ചൊല്ലാറ് അങ്ങോട്ട് കൂടണ്ട അങ്ങോട്ട് കൂടി വിടക്കാവേ ഇവിടെ ഫസ്റ്റ് ആറ് കൊച്ചു കൊടുത്തോ അങ്ങോട്ട് കൂടിയ പിന്നല്ലേ 18 പിന്നല്ലേ അവിടെ ക്ലബിൽ പിടിച്ചോട്ടോ തുടങ്ങി ഫസ്റ്റ് ആറ് വിടക്കാക്കിയോ നിങ്ങളല്ലേ അതാ മുസ്തഫ നബി തങ്ങൾ പറഞ്ഞ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര മക്കൾ നല്ലവരാണ് കുഞ്ഞുമക്കൾ നല്ലവരാണ് പളങ്ക് ഹൃദയ സമാനരാണ് കളങ്കമില്ലാത്ത മനസ്സിന്റെ ഉടമകളാണ് അവരെ എല്ലാം കൊണ്ടും വഴിതെറ്റിക്കുന്നത് മോശക്കാരാക്കുന്നത് അവരെ തമ്മാടികളാക്കുന്നതിൽ നല്ല പങ്ക് വഹിക്കുന്നത് മാതാപിതാക്കളാണ് ഷഫീഉൽ വറാ റസൂലുള്ളാഹ് പറയട്ടെ മരണസമയത്ത് ഞങ്ങൾ ഇതെല്ലാം കൊടുക്കാതെ വെച്ചിട്ട് ഒരു നന്മയും ചെയ്യാതിരുന്നിട്ട് ഒരു സൽക്കർമ്മവും ചെയ്യാതിരുന്നിട്ട് പള്ളിന്റെ ഭാഗത്തേക്ക് ഞങ്ങൾ പോവാനിട്ട് അവസാനം മരണമാലാക ഞങ്ങളെ മുമ്പിൽ വരുമ്പോ റൂഹ് പിടിക്കാൻ വരുമ്പോ അപ്പോഴാണ് ഞങ്ങൾ പറയുന്നത് റബ്ബി റിജിഊൻ പടച്ചോനെ എന്നെ കുറച്ച് ലേട്ടാക്കണമല്ല എന്നെ കുറച്ച് ബിന്ദിക്കണമല്ല എന്നെ കുറച്ച് താമസിപ്പിക്കണമല്ല ഫഅസ്സദ്ദഖ മറ്റൊരായത്തിൽ അല്ലാഹ് പറയുന്നുണ്ട് ഫഅസ്സദ്ദഖ ഞാൻ ദാനധർമ്മം കൊടുത്തോളാം റബ്ബ് വഅകും മിനസ് സ്വാലിഹീൻ ഞാൻ നല്ലവനായിക്കോളാം അല്ലാഹ് ഇത്ര നാൾ ബടക്കായി ഇത്ര നാളവും ഞാൻ ഒരു നന്മയും ചെയ്തില്ല ഇനി ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തോളാ ഇനി ഞാൻ നല്ലവനായിക്കോളാ അതുകൊണ്ട് റബ്ബേ എന്നെ പിടിക്കരുത് അല്ലാ എന്റെ റൂഹ് പിടിക്കരുത് അല്ലാ എന്നെ മരിപ്പിക്കരുത് അല്ലാ എന്ന് മരണസമയത്ത് നീ പറയുമെന്ന് പടച്ച തമ്പുരാന് പറയുകയാണ് ഇല്ല കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ നിന്നെ പിന്തിക്കുന്ന പ്രശ്നമില്ല ഒരു സെക്കൻഡ് പോയിട്ട് -സെക്കൻഡ് പോലും നിന്നെ പിന്തിക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ട് ഇന്ന് തന്നെ നന്നായിക്കോ നാവിനെ സൂക്ഷിച്ചോ കർമ്മങ്ങളെ നന്നാക്കിക്കോ ബന്ധങ്ങളെ ഊഷ്മളമാക്കിക്കോ ഇടപാടുകളിൽ സൂക്ഷ്മത പാലിച്ചോ ബന്ധങ്ങളെ മുറിക്കണ്ട സംബന്ധ ഒരു ബന്ധവും മുറിക്കാൻ പാടില്ല സൗഹൃദ ബന്ധമാണെങ്കിലും കുടുംബ ബന്ധമാണെങ്കിലും ഗുരു ശിഷ്യ ബന്ധമാണെങ്കിലും അയൽപക്ക ബന്ധമാണെങ്കിലും ഏത് ബന്ധമാണെങ്കിലും ഞങ്ങൾ ബന്ധങ്ങൾ മുറിക്കാൻ പാടില്ല അവർ നല്ല പിരിശപ്പാടിൽ പോകണം ചൊന്നന്റെ അർത്ഥ നിങ്ങളെ ജാഗന്റെ പട്ടയും ആധാരം കൊണ്ടിട്ട് അവിടെ കൊടുക്കണമെന്നല്ല അമ്മായിക്ക് അങ്ങനെ ബേജാറാണ്ട ഇയാളെനി ചൊന്നു ലാസ്റ്റ് ഞങ്ങളെ പട്ട കൊണ്ടിട്ട് കൊടുക്കു ചൊല്ലാന്ന് അങ്ങനെന്തോ അല്ല ബന്ധങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കും
ഇന്നിപ്പോ ഞങ്ങൾക്ക് ബന്ധങ്ങളൊന്നും അറിയില്ല, നമുക്കൊരു ബന്ധങ്ങളും അറിയില്ല. പഴയകാല തലമുറക്ക് ഞങ്ങളെ ഹിന്ദിനെ തലമാറും, അവർക്ക് ബന്ധങ്ങൾ നല്ല പാടാണ്. ബന്ധങ്ങൾ അവർ പണ്ട് ബസ്സില്ല, മൊബൈലില്ല, വാട്സപ്പില്ല, ചാറ്റിംഗ് ഇല്ല, ഒന്നുമില്ല. എന്നാലും ബന്ധങ്ങൾ നല്ല പോലെ കീപ്പ് ചെയ്തിരുന്നു വന്ന്. അവരത് ആരാണ്, അയാൾ ആര്, ഇയാൾ ആരെന്ന് കേട്ടെങ്കില് മണിമണിയായിട്ട് ചൊല്ല അയാൾ. പഴയ മനുഷ്യന്മാർ അതാറില്ല. അത് നണ്ട് പിഞ്ഞായിര അളിയന്റെ മൂത്തോള കെട്ടിയ ഗണ്ടിബാഗിലുള്ള ആളെ, ആങ്ങളുടെ ഇളവന്റെ അവിടെ ലാഡിലുള്ള ആളെ മച്ചുനന്റെ മോവ കണ്ട നോക്ക. ഇന്ത്യനെ തലമാറ്, അത് ഇന്ത്യനെ തലമാറ്, ഇന്ത്യനെ തലമാറ്. ഇപ്പത്തെ ന്യൂ ജനറേഷൻ ഇപ്പത്തോറുള്ള നിങ്ങൾ പരിക്കുള്ളതാറില്ല. അത് ആറ് നന്റെ അപ്പന്റെ ഇളവനാണ്. എളാബല്ലേ ഓൾക്ക് കുർത്തില്ലല്ലേ, ഓ അന്താജിക്ക് ചൊന്നാ നന്റെ അപ്പന്റെ ഇളവനായിട്ടിക്കോണോന്ന് പോയിട്ട് നോക്കിട്ട് അയാളെ ഗുർത്തുമില്ല, സംബന്ധമില്ല, ഇടപാടുകളില് ഹക്കും ബാത്തിലും ഇല്ല. കട്ടിട്ട അല്ലെങ്കിൽ ആരാൻ്റെ മുക്കിയിട്ട എങ്ങനെയാവും ഞങ്ങളെ ബാങ്ക് ഫുള്ളായെങ്കിൽ മയ്യാവും, ഞങ്ങളെ അക്കൗണ്ട് ഫുള്ളായെങ്കിൽ മയ്യാവും, ഞങ്ങളെ കീശയില് കാശായെങ്കിൽ മയ്യാവും, കടമേങ്ങിട്ട് കൊടുത്തില്ലെങ്കിൽ ആവും, നേർച്ചാക്കിയിട്ട് കൊടുത്തില്ലെങ്കിൽ ആവും, എന്തായെങ്കിലും ഞങ്ങളെ കയ്യിൽ കാശായെങ്കിൽ മയ്യാവും അല്ലേ. കടമേങ്ങ എന്ത് കൊസി മനുഷ്യന്മാർക്ക് കൊടുക്കുമ്പോ യാ റബ്ബേ അവന്റെ ഹാർട്ട് താതക്കും കിഡ്നി മേളും ആവും. മേങ്ങുമ്പോ എന്ത് ഈമാൻ, എന്ത് ഇസ്ലാം. കടമേങ്ങുമ്പോ എന്ത് ഈമാൻ, എന്ത് ഇസ്ലാം. എത്ര സത്യ അള്ളാണെന്നേറ് തറുവേ, മക്കത്തെ പള്ളിയാണെന്ന് തറുവേ, മദീനത്തെ പള്ളിയാണ് തിങ്കളാസ സൊബൈക്ക് 9:10 ഔത്ത് ഉമ്മറപ്പള്ളിയിൽ കൊണ്ടു വെക്കുവേ. അങ്ങനെ ചൊന്നിട്ട് സത്യട്ട് പോയ ഓള 9 ആണ്ടായി ഇന്നോളം വന്നിട്ടില്ല. എന്റെ ഇപ്പൊ മറ്റു 100 സ്ഥലം ലാസ്റ്റ് പന്ത്രി ഇറച്ചി മേങ്ങിട്ട് അതിലേമേ പോവോ സൈഡില് ഇല്ലേ. നമുക്ക് ഹക്കും ബാത്തിലും ഇല്ല, ഞങ്ങൾക്ക് ഹക്കടപാടുകളിൽ സൂക്ഷ്മതയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കടക്കാരനായ മരണപ്പെട്ടവരാളുടെ മയ്യത്ത, സാള ബാധ്യത ഉള്ള നിലക്ക് മരിച്ചവരാളുടെ മയ്യത്ത, കടക്കാരനായി മരിച്ചവരാളുടെ മയ്യത്ത കൊണ്ടുവന്നിട്ട് വെക്കപ്പെട്ടപ്പോ ഹബീബായ നബി തങ്ങള് ആ മയ്യത്തിന്റെ മേലെ നിസ്കരിച്ചില്ല. കാരണം അയാൾക്ക് കടമുണ്ട്, കടമുള്ളവരാള് ഞാൻ നിസ്കരിക്കില്ല, നിങ്ങൾ നിസ്കരിച്ചോളൂ. ഇത്ര വലിയ ഡേഞ്ചർ വിഷയമാ. സാളബാധ്യത്തെ വലിയ കേസാണ്. ഞമ്മക്കതൊരു വിഷയമല്ല, കിട്ടുന്നതല്ല മേങ്ങ് തന്നെ ഇടുന്നെ കേസക്ക് കൊടുത്തെങ്കോ കൊടുത്തില്ലെങ്കിലോ ഇല്ലേ. ഏതോ ഒരാള് പ്രത്യേകിച്ച് നമ്മളെ ഈ മാപ്പിള ജാതി, നമ്മളെ സമാജത്തിക്ക് ഈ കട എന്നതൊരു വിഷയമല്ല. മറ്റവർക്ക് പിന്നെയും കുറച്ച് പേടിയെല്ലാം ഉണ്ട്. അങ്ങ് നേർച്ചാക്കിക്കും വീടണമെന്നുണ്ടോ, കടാക്കും കൊടുക്കണമെന്നുണ്ടോ. ഞങ്ങളെ സമാജത്തിൽ 70% അങ്ങനത്തെ ഒരു പേടിയായി. ഇത് വെറുതെ പറയുന്നല്ലേ. ഏതോ ഒരു ചങ്ങായി പേപ്പർ ഓതുന്നുണ്ടായിരുന്നല്ലോ, പേപ്പർ എന്തോ ഓതിക്കൊണ്ടിരിക്കുമ്പോ അതിലെന്തോ ഒരു ന്യൂസ് ഉണ്ട്, സാളബാധ്യത്തെ ആത്മഹത്യ. അങ്ങനെ വായിച്ചു നോക്കുമ്പോ മണികണ്ഠൻ 42 കുറെ കട ಇಂತ അയാൾക്ക്, സാള ಇಂತ അയാൾക്ക്. അങ്ങനെ അവനക്ക് കൊടുക്കൊന്നും ആയില്ല. ലാസ്റ്റ് 1 ബയ്യും അവനക്കും ഇല്ല. അപ്പൊ എന്താക്കി അവൻ പോയിട്ട് സൂസൈഡ് ആക്കി, ആത്മഹത്യയാക്കി. കൗത്തുക്ക് പള്ളി അടുത്ത് ഈ പേപ്പർ വായിച്ച ആള് പിറ്റൊന്നും പേപ്പർ വായിച്ച വേറെ പേപ്പർ, പിറ്റത്തെ പേപ്പർ അണ്ട് വന്നിട്ട് അതേ പീഡിൽ തയ്ച്ചിട്ട് പേപ്പർ ഓതിയ അണ്ടത്തെ പേപ്പർ നോക്കുമ്പോ അതിലുണ്ട്, അണ്ടും ഉണ്ട് വിധേയ വാർത്ത. അങ്ങനത്തെ പിന്നെ ഒരു വാർത്ത, സാളബാധ്യത്തെ ആത്മഹത്യ. അവൻ ഫുള്ള് ഓതിട്ട് നോക്കുമ്പോ മാത്യു ജോസഫ്. ഇന്നലെ ഒരു ഹിന്ദു സഹോദര, ഒരു ക്രിസ്ത്യൻ സഹോദര ആത്മഹത്യയാക്കിയ വിഷയമുള്ളൂ. രണ്ടാമത് പ്രശ്നം എന്തോ കട, സാളബാധ്യത. നിങ്ങക്ക് പിടിയാവൂരല്ലേ ഞാൻ ചൊല്ലത്, തലക്ക് പോണ്ടല്ലേ. ഇന്നലെ ഒരു ഹിന്ദു സഹോദര ആത്മഹത്യയാക്കിയ, ഒരു ക്രിസ്ത്യൻ സഹോദര ആത്മഹത്യയാക്കിയ വിഷയം. 2 നാത്തെ പേപ്പറിൽ 2 വിഷയം. ഇത് വായിച്ചോണ്ടിരുന്ന ആള് അവിടെ അപ്പുറമേ ഒരു കട്ടൻ ചായ കുടിച്ചോണ്ടൊരു വയസ്സർ ഒരു കാക്ക തയ്ച്ചിട്ടുണ്ട്. അയാളുടെ കേട്ടവല്ല ഇയാള്, ഈ പേപ്പർ ഓതിക്കൊണ്ടുള്ള ആള്. അല്ല കാക്ക, ഇതെന്തല്ലേ ഈ കടമേങ്ങിട്ട് മത്തങ്ങ മാത്രം ചാവിടോ, ഞങ്ങളങ്ങ് ചത്ത ഇതൊന്നും പണ്ടില്ലല്ലേ, വിഷയം പണ്ടില്ലല്ലേ. ഇന്നലെ മണികണ്ഠ, മാത്യു,
ഞങ്ങളങ്ങനെ ഇങ്ങനെ കടാക്കിയിട്ട് സാളബാധ്യത്താക്കിയിട്ട് ആത്മഹത്യക്ക് വിഷയം എന്തും പണ്ടില്ലല്ലേ എന്നീ ബൈസറാളൊട്ട് കേട്ടോ ഭയന്തര ഞങ്ങളോ മേങ്ങിയതേ കൊടുക്കുന്നില്ല ചൊന്നിട്ടല്ലേ പിന്നെ എന്തൊക്കെ ചാവണോ ഫസ്റ്റ് നീയത്താക്കിയല്ലേ തരല്ലേ പിന്നെ ചാവേണ്ട ആവശ്യമില്ലല്ലേ ഞങ്ങളാണ് പറങ്ങണം ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ നിങ്ങൾ മുത്തുനബി തങ്ങൾ പോലും മരിക്കുന്ന സമയത്ത് പടയെങ്കി ഒരു ജൂതന്റെ അടുക്കൽ കടക്കാരനായിരുന്നു നബിതങ്ങളെ പടയെങ്കിൽ നബിതങ്ങളെ മുമ്പിലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുവരപ്പെട്ടു ഒരു സഹാബിയുടെ അയാൾക്ക് കടമുണ്ടായിരുന്നു സാള ഉണ്ടായിരുന്നു പക്ഷെ ആ മയ്യത്തിന് നബിതങ്ങൾ നിസ്കരിച്ചില്ല മാറി നിന്നു സഹാബികളോട് പറഞ്ഞു സഹാബാ നിസ്കരിച്ചോളൂ സഹാബാ ഞാനില്ല അയാൾക്ക് കടമുണ്ട് അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്നു അപ്പോഴാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നബിയോട് പറഞ്ഞു നബിയേ അയാളെ കട ഞാൻ വീട്ടിക്കോളാൻ നബിയേ തങ്ങൾ നിസ്കരിക്കണേ നബിയേ നിങ്ങളുടെ നിസ്കാരം അയാൾക്ക് ശാന്തിയാണ് നിങ്ങളെ പ്രാർത്ഥന അയാൾക്ക് രക്ഷയാണ് സമാധാനമാണ് അതുകൊണ്ട് നബിയെ നിങ്ങളെ പിറവിൽ കൊതിറ നിങ്ങൾ നിസ്കരിക്കാണ്ട് കൊതിറ നബിയെ അയാളെ കട എത്ര ഉണ്ടെങ്കിലും ഞാനത് കൊടുക്ക നബിയെ അതൊക്കെ ഞാൻ ജാമ്യ നബിയെ നിങ്ങൾ നിസ്കരിക്കണോ നബിയെ എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പറഞ്ഞ പിന്നെയാണ് അവിടെ റസൂലുള്ളാഹി തങ്ങൾ നമസ്കരിക്കുന്നത് കടമെന്നത് വലിയ കാര്യമാണ് നല്ലോണം സൂക്ഷിക്കുക പടച്ച റബ്ബ് കൊടുക്കാനുള്ള കടത്തിനും കിട്ടാനുള്ള കടത്തിനും രണ്ടിനും അല്ലാഹു ഹലാലായ മനസ്സും മാർഗവും തുറന്നു തരട്ടെ ആമീൻ ചൊല്ലാറോ അല്ലാഹു തുറന്നു തരട്ടെ നല്ല വഴി അല്ലാഹു തുറന്നു തരട്ടെ നല്ല ബോധം അല്ലാഹു തുറന്നു കൊടുക്കട്ടെ അതുകൊണ്ട് തന്നെ പറയട്ടെ സാമ്പത്തിക ഇടപാട് സൂക്ഷിക്കണം കൊടുക്കുന്നത് നല്ലോണം കൊടുക്കണം കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കണം അതുപോലെ തന്നെ മറ്റു ദാനധർമ്മങ്ങളും കൊടുക്കണം നാവിനെ സൂക്ഷിക്കണം നിങ്ങളെ രണ്ട് എല്ലില്ലാത്ത അവയവങ്ങളെ സൂക്ഷിക്കണമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ഞങ്ങളോട് താക്കീത് ചെയ്തിരുന്നു ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് പോകുന്നത് കർമ്മങ്ങൾ കുറഞ്ഞത് കൊണ്ടല്ല നിസ്കാരം കുറഞ്ഞത് കൊണ്ടല്ല ഖുർആനോത്ത് കുറഞ്ഞത് കൊണ്ടല്ല നാവിലൂടെയുള്ള തെറ്റുകുറ്റങ്ങളെ കൊണ്ട് നാവിലൂടെയുള്ള ഫിത്നഫസാദുകളെ കൊണ്ട് നാവിലൂടെയുള്ള ചീത്തവിളി പരിഹാസങ്ങളെ കൊണ്ട് മനുഷ്യർ അധികവും നരകത്തിൽ പോകുന്നു ശഫീഉനാ റസൂലുള്ളാഹ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ നേരം വെളുത്തു കഴിഞ്ഞാൽ സുബഹി നിസ്കരിച്ച മറ്റവറാദുകളൊക്കെയും ചൊല്ലിക്കഴിഞ്ഞാൽ മഹാനരുടെ ദൈനംദിന ജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ മഹാനർക്കൊരു അഭ്യാസമുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട് എന്തറിയാമോ കുറച്ച് മണ്ണെടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് കല്ലെടുത്തിട്ട് എപ്പോഴും വായിലിടും കുറച്ച് കല്ലെടുത്തിട്ട് സിദ്ദീഖ് റളിയല്ലാഹു എപ്പോഴും വായിൽ ഇങ്ങനെ കടിച്ചിട്ട് പിടിക്കും അപ്പൊ ഉസ്താദ് നന്റെ കിടാവുറ ബുദ്ധി അയാൾക്ക് ഇൻത നിങ്ങളെ കിടാവുറ ബുദ്ധി എന്തോ മണ്ണ് തിന്നരുത് ഒക്കെ ആ ബുദ്ധി ഇന്ന ആളല്ല സിദ്ദീഖ് റളിയല്ലാഹു അങ്ങനെ മണ്ണ് വായി കിട്ടറല്ലേ അങ്ങനെ കല്ല് വായി കിട്ടറല്ലേ ആ ബുദ്ധി ആയതുകൊണ്ട് വായി കിട്ടതല്ല പിന്നെയാ പിന്നെ എന്റെ നാവ് കൊണ്ട് ഞാൻ അനാവശ്യം പറയണ്ടാലോ ആവശ്യമില്ലാത്തത് മുണ്ടണ്ടാലോ ആരെ പറ്റി ഒന്ന് എണ്ണണ്ടാലോ എന്ന് മനസ്സിലാക്കിയിട്ട് മഹാനർ വായിക്കകത്തി എപ്പോഴും ഒരു കല്ല് ഇങ്ങനെ കടിച്ചു പിടിക്കുമായിരുന്നു ആര് മഹാനരിൽ മഹാനരായ മഹോന്നതരായ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വായിലൊരു കല്ല് കടിച്ചിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ കട്ടിൽ നിന്ന് പിന്നെ മുണ്ടോ ഇല്ലല്ലേ ആറ് വിഷയം മുണ്ടോ ഇല്ലല്ലേ
ആരും ചീത്ത ചൊല്ലോ ഇല്ലല്ലേ, ആരും കുറ്റപ്പെടുത്താനില്ലല്ലേ അല്ലേ? അതാ മഹാനർ. ഈ കണക്ക് നോക്കി ഞങ്ങ ബായിക്ക് എന്ത് ഇടണോ? കല്ലിട്ടങ് മയ്യാവാ മയ്യാവാ ആ കോരിന്റെ ജെല്ലിയെ കൊണ്ടു തള്ളേണ്ടി വരും നിന്റെ ബായി. കാരണം എനി ടൈം എണ്ണരുതല്ല പണി, വേറെ പണിയില്ലല്ലേ? ബായില് തസ്ബീഹുണ്ടോ, ദിക്റുണ്ടോ, ആര് ചൊന്നാറ് പടല്ലേ? ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് പറഞ്ഞത് ഇവിടെ അള്ളാന്റെ മഹാന്മാർക്ക് ഏറെ ഇഷ്ടപ്പെട്ട കാര്യമാണ് ദിക്ർ. അവർ ദിക്ർ മറന്നിട്ടില്ല, ഇല്ല ഇല്ല, അവർ ദിക്ർ മറന്നിട്ടില്ല. فإن له معيشة ضنكا. ദിക്ർ മറന്നാൽ ഞങ്ങളുടെ ജീവിതമാകെ കഷ്ടത്തിലാകും. പിന്നെ കൊറോണ പിന്നെയും വരും, നല്ലോണം ബേജാറുണ്ടാകും, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും, നല്ലോണം കഷ്ടപ്പെടേണ്ടി വരും എപ്പോ ദിക്റില്ലാതെ പോയാൽ. ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ദിക്ർ അങ്ങനെ ചൊല്ലിക്കൊണ്ടു പോണോ? മഹാന്മാർ അങ്ങനെയായിരുന്നു എന്ന് നേരത്തെ ശൈഖുന എം.ടി. ഉസ്താദ് ഇവിടെ പറഞ്ഞില്ലേ? അവർ ദിക്ർ മറന്നിട്ടില്ല. ദിക്ർ അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നെങ്കിൽ അത് ഞങ്ങളെ മനസ്സിനൊരു സമാധാനം, ഞങ്ങളെ കൽബിന് അതൊരു റാഹത്താണ്. അള്ളാന്റെ അടുക്കാൾ എണ്ണിയാൽ തീരാത്ത കൂലിയാണ്. ബിദിക്രില്ലാഹി ബിദിക്രില്ലാഹി തൻമഹികുന്നു നൂബു വതൻഫതിഹുൽ ബസായിറ വൽ ഖുലൂബു വദിക്റുല്ലാഹി അഫ്ളലു കുല്ലി ശൈഇൻ കദാ ഖാലൽ ഹബീബു വല്ലീലാഹു. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഇതും ഒരു ദിക്റാണ്. ഈ ഒത്തുകൂടലും ഈ പറയലും ഈ പറയിപ്പിക്കലും ഇതും ഒരു ദിക്റാണ്. മഹാന്മാരെ പറ്റിയുള്ള കഥ പറയൽ ദിക്റാണ്. ദിക്റുൽ അംബിയായ ഇബാദ വദിക്റുസ് സ്വാലിഹീന കഫാറ. അവരെ പറ്റി ഇങ്ങനെ മദ്ഹ് പറയല്, അവരുടെ മൗലിദ് ഓതല്, ഇതുപോലെയുള്ള സദസ്സിൽ വന്നിട്ടിരിക്കല്, അവിടെ കാര്യങ്ങൾ പറയല്, പറയിപ്പിക്കല്, ഇതൊക്കെയും ഏറ്റവും വലിയ ദിക്റാണ്. ആ ദിക്ർ ഞങ്ങളെ മറക്കാൻ പാടില്ല. ചോദിക്കട്ടെ സഹോദര, എന്റെ വയല് കേൾക്കുന്ന തോടാറുകാരാ, പരിസരക്കാരാ, ഞങ്ങളുടെ നാട്ടിൽ ഇത്ര ബാല്യക്കാരാണോ ഉള്ളത്? ഞങ്ങളുടെ നാട്ടില് ബാല്യക്കാർ എത്ര ഉണ്ട്? ഇഷ്ടം പോലെ. എത്ര യങ് മെൻസ് ഉണ്ട്, എത്ര യൂത്ത് വിങ് ഉണ്ട്, എത്ര മൂത്ത വിങ് ഉണ്ട് ബാലക്കാർ. അല്ല പിന്നൊന്നും എല്ലാരും വരാല. വാട വയല് വെച്ചെങ്കിലും എവിടെ വയല് വെച്ചാലും ഏത് ഉറൂസ് വെച്ചെങ്കിലും റായത്തങ്ങ എല്ലാരും കൂടല. എല്ലാരും കൂടെങ്കിൽ പിന്നെ ഈ ദുനിയാവേ സ്വർഗായില്ലേ? അങ്ങനെ എല്ലാരും പെറുവാറ, എല്ലാരും പറയല. ആയെങ്കിലും കേക്കട്ടെ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിന്റെ 90% ബാലക്കാർ കൂടെ ഇല്ലേ? ഇല്ല. കാരണം എന്താ? ഇന്നത്തെ ഞങ്ങളെ ആൾമാർക്ക് ബാലക്കാർക്ക് ഇവിടുത്തെ ബാലക്കാരെ വിഷയമല്ല. എല്ലായിടത്തും അങ്ങനെ ദീന് വേണ്ട, അങ്ങക്ക് ദീന് വേണ്ട, അങ്ങക്ക് കളിയും ചിരിയും ഡേ നൈറ്റ് ഫുട്ബോള് വൺ ഡേ ഇതാണ് അവർ. മാരിബിന്റെ സമയത്ത് ബാങ്ക് കൊടുക്കുമ്പോ ഗ്രൗണ്ടിൽ ആളത്ര അല്ലേ? പള്ളിന്റെ മുക്രിക ബാങ്ക് കൊടുക്കുമ്പോ മൈക്കൊക്കെ ചൊട്ടുമ്പോ കളി സ്റ്റോപ്പ്. മിഡിൽ സ്റ്റംപ് ഊരിയിട്ട് അമ്പയർ ഒരു സൈഡില്, ക്യാപ്റ്റൻ ഒരു സൈഡില്. ഇല്ലേ? ഇല്ലേ? പിന്നെ കളിയില്ല. നിസ്കാരം ഉണ്ടാ? നിസ്കാരവും ഇല്ല. പിന്നെ കളി എന്തൊക്കെ നിപ്പാട്ടിയോ? ഓന്റെ വിചാര പള്ളിന്റെ മുക്രിക ബാങ്ക് കൊടുത്തത് കളി നിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട്, കളി നിപ്പിക്കാൻ വേണ്ടിയിട്ട്. പള്ളിന്റെ മുക്രിക ബാങ്ക് കൊടുത്തത് കളി നിപ്പിക്കാൻ വേണ്ടി അല്ലല്ലോ. പള്ളി മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന ത്രാൾമാർ പള്ളിയിലുണ്ടോ? ഇപ്പോഴും കുറെ ആൾക്ക് ബേജാറന്തരം എന്തുണ്ട്? ജുമാ തുടങ്ങിയത്. ജുമാ തുടങ്ങിയല്ലോ ഉസ്താദ്. ജുമാ തുടങ്ങായിട്ടില്ലല്ലേ? കൊറോണ പോയിട്ടില്ലല്ലേ? കൊറോണ ഇപ്പൊ ഉണ്ടല്ലോ ഉസ്താദ്. പിന്നെ ജുമാ എന്തോ? സത്യത്തിൽ കൊറോണ വാടമുണ്ടെങ്കോ ഇല്ലാത്ത ജാഗായിട്ടിക്കോ അള്ളാന്റെ പള്ളി. കാരണം അത് അള്ളാന്റെ പള്ളിയാണ്, അത് ബൈത്തുള്ളയാണ്. അവിടെ ഒരിക്കലും കൊറോണ ഉണ്ടാവില്ല. അവിടെ എപ്പോഴും ആൾമാർ വേണോ? അവിടെ നിസ്കാര നിലപാട് എപ്പോഴും നടക്കണോ? അതൊരിക്കലും സ്റ്റോപ്പാക്കാൻ കഴിയില്ല.
ഞങ്ങളെ നാട്ടിൽ അങ്ങനത്തെ ഒരു ഏർപ്പാടൊന്നുമില്ല. നമ്മുടെ ഇന്നത്തെ ആൾമാർ അങ്ങനെയാ. കള്ള് കഞ്ചാവിന് അടിമകളാ, ഗാഞ്ചക്കടിമകളാ. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഒരാള് കള്ളു കുടിച്ചു എന്ന് കണ്ടാൽ ഒരാള് ലഹരി ഉപയോഗിച്ചാൽ, ഗാഞ്ചയാകട്ടെ കഞ്ചാവാകട്ടെ ഏത് ലഹരിയാകട്ടെ, ഒരാള് ലഹരി ഉപയോഗിച്ചാൽ 40 ദിവസത്തോളം 40 നാളത്തോളം അയാളെ നിസ്കാരം അല്ലാഹ് സ്വീകരിക്കല, അയാളെ ദുആക്ക് ഉത്തരമില്ല. ആരുടെ ദുആക്ക്? ലഹരി ഉപയോഗിക്കുന്നവന്റെ ദുആക്ക്. ഗാഞ്ച, കള്ള്, എന്തുവാട്ട് അത് ഉപയോഗിക്കുന്നവന്റെ ദുആക്ക് ഉത്തരവില്ല. അവളുള്ള മജ്ലിസിൽ വന്നിട്ട് ദുആർന്നും ഉത്തരവില്ല. സാന്ദർഭികമായ ഒരു കാര്യം ഉണർത്തട്ടെ സഹോദരങ്ങളെ, ഉമ്മപങ്ങമാരെ, നിങ്ങളെ ഭാഗത്തേക്ക് ഞങ്ങളെ സംഘാടകർ, സമയം 11 നിർത്താരായി. എത്ര മണിയാണ് സാധാരണ? 11:30. ഇൻഷാല്ലാ ഇൻഷാല്ലാ ദുആ സേറിട്ട് 11:30 ഇൻഷാല്ലാ. ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളെ ഭാഗത്തേക്ക് ഞങ്ങളെ സംഘാടകരായ ആൾക്കാർ, ഞങ്ങളെ കുഞ്ഞുമക്കൾ ബക്കറ്റുമായി വരുന്നുണ്ട്. ഇല്ലല്ലേ? നല്ലൊരു പൈസ ആ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. മഹാനരായ അള്ളാഹുവിന്റെ വലിയന്റെ പേരിൽ നടത്തപ്പെടുന്ന മഹത്തായ ഈ ഉറൂസ് പരിപാടി. മാത്രമല്ല ആരും പോകരുത് ഇൻഷാ അല്ലാഹ്. എന്റെ കുറച്ചു നേരേ ഉള്ളൂ. 2 മണിക്കൂറിലേറെയായി നിങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ തോപ്പിലാണ്. നിങ്ങൾ മലായികത്ത് നിങ്ങളെ കൂടെ ഇരുന്നിരിക്കുകയാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ വലിയന്റെ ചാരത്താണ്. പരിശുദ്ധമായ ശഅബാൻ മാസത്തിലെ ഏറ്റവും പരിശുദ്ധമായ നല്ലൊരു രാത്രിയില് അല്ലാഹുവിന്റെ വലിയന്റെ ചാരത്ത് നിങ്ങൾ ഇരിക്കുന്നു. ഇനി ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് മാത്രം ഞങ്ങൾക്കൊന്ന് ദുആ എന്നിട്ട് പെട്ടെന്ന് പിരിയാം ഇൻഷാ അല്ലാഹ്. നിങ്ങളെ ഭാഗത്തേക്ക് ഞങ്ങളെ സംഘാടകർ കുറച്ച് തേനുണ്ട് ഇവിടെ, മന്ത്രിച്ച തേന്. അത് ഇന്നലെ ബഹുമാനപ്പെട്ട ശൈഖുന താനല്ലൂർ ഉസ്താദവറുകൾ, മഹാനവറുകൾ, അള്ളാന്റെ ആരിഫീങ്ങളിൽപ്പെട്ട മഹാൻ, ദുആക്ക് ഇജാബത്ത് കിട്ടപ്പെടുന്ന മഹാൻ, മുസ്തജാബു ദഅവയാണെന്ന് സർവരാലും ആദരിക്കപ്പെട്ട മഹാൻ, പറയപ്പെട്ട മഹാൻ ഇന്നലെ ഇവിടെ വന്നല്ലോ. നമുക്ക് വേണ്ടി ദിക്ർ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകി. വലിയ മഹാനാണ്, വലിയ സൂഫി വര്യരാണ്, വലിയ പണ്ഡിതനാണ്. അല്ലാഹു തആല ആരോഗ്യമുള്ള ദീർഘായുസ്സേറ്റി കൊടുക്കട്ടെ. ഒരുപാട് കാലം ആ തണലും ആ നേതൃത്വവും അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ആ മഹാനുഭാവൻ ഇന്നലെ മന്ത്രി ചോദിയ തേനുണ്ട് ഇവിടെ. അത് ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഭാഗത്തേക്ക് ഞങ്ങളെ കുട്ടികൾ കൊണ്ടുവരുന്നുണ്ട്. അതിനെന്താക്കണം, ഞാൻ നേരെ പാതിയാക്കണം. നേരെ പാതിയാക്കിയിട്ട് പാതി പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് കൊണ്ടുപോകണം. പെണ്ണുങ്ങൾ വേറെ ഉണ്ടാ? ഓക്കെ ഓക്കെ. ഒരു 313 റുപ്പിക നമ്മുടെ സംഘാടകർ, പ്രത്യേകിച്ച് നമ്മുടെ നാടിന്റെ എല്ലാമായ നമ്മുടെ ജമാഅത്തിന്റെ പ്രഗത്ഭനായ പ്രസിഡന്റ്, നമ്മുടെ ഉമറാക്കളിൽ ഏറ്റവും പ്രഗത്ഭനായ പ്രിയപ്പെട്ട ഉസ്മാൻ സാഹിബ് അറിയിച്ചത് പ്രകാരം ഒരു 313 റുപ്പിക അത് വാങ്ങിയിട്ട് കൊടുത്തിട്ട് എല്ലാവരും ആ മന്ത്രിച്ച തേന് കയ്യിലാക്കണം. അതൊരു ബർക്കത്തുള്ള കാര്യമാണ്. അതിൽ വലിയ ശിഫയുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന ദാനത്തിന് വലിയ പവറുമുണ്ട്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. എല്ലാവരും അതൊരു കുപ്പി വാങ്ങണമെന്ന് പ്രത്യേകം നിങ്ങളോട് ഉണർത്തുകയാണ്. മാത്രമല്ല നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ക്ഷീണമുണ്ട്, ഒരുപാട് നാളായില്ലേ, നല്ല ക്ഷീണമുണ്ട്. മാത്രമല്ല നമ്മളെ പോലെ ബാല്യക്കാരും അല്ലല്ലോ, എന്നാലും ക്ഷീണമുണ്ട്. പക്ഷെ ക്ഷീണമൊന്നുണ്ടെങ്കിലും എത്ര കണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതെല്ലാം മറന്നിട്ട് അവർ പരിപാടി തീരും വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുകയാണ്. എല്ലാം അതിന്റെ ചന്തമായിട്ടൊന്ന് കാണാൻ, നല്ല നിലക്കൊന്ന് പരിസമാപ്തി കുറിക്കാൻ, നല്ല നിലക്കൊന്ന് പരിപാടി വിജയിക്കാൻ ഇവർ നല്ലോണം അധ്വാനിക്കുകയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ പറയപ്പെടുന്ന സന്തൽ മെർമണിക നടന്നു. 2000-ഓളം
1500-ലേറെ ആള് പങ്കെടുത്ത് കിലോമീറ്ററുകളോളം നടന്നു വന്ന മഹാനായ വലിയുള്ളാഹി തങ്ങളെ പേരിലുള്ള സന്തൽ മറുമണിക, അതിനൊക്കെ നേതൃത്വം കൊടുത്തത് അവരാണ്. വന്നരായ നമ്മുടെ നാടിന്റെ ബഹുമാന്യരായ ഖത്തീബ് ഉസ്താദ്, കാസിം ദാരിമി ഉസ്താദ് അടക്കമുള്ളവർ, അല്ലാഹു തആല അവർക്കും അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റി നേതാക്കന്മാർ, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, ജമാഅത്ത് കമ്മിറ്റി നേതാക്കന്മാർ, അവർക്കൊക്കെയും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഞാൻ നീട്ടുന്നില്ല, ഇൻഷാ അല്ലാഹ് നിർത്താനായി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. സമയം 11 കഴിഞ്ഞല്ലോ, എന്നിട്ട് 10 മിനിറ്റ് മാത്രം. നമ്മുടെ സംഘാടകർ സൂചിപ്പിച്ചതുപോലെ എപ്പോഴത്തെയും പോലെ ഒരു കുറച്ചു നേരം മാത്രം നമുക്കൊന്ന് ദുആരക്കാം. ഈ നല്ല മജ്ലിസിൽ ദുആരക്കുമ്പോ ആ ദുആക്ക് ഉത്തരം ഉറപ്പാണ്. ശഅബാൻ മാസം ദുആരക്കപ്പെടേണ്ട മാസമാണ്, ബർക്കത്തിന്റെ മാസമാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. പടച്ചവനെ, ഞങ്ങൾക്ക് നീ ശഅബാനിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ് എന്ന് പ്രത്യേകം അല്ലാഹുവിനോട് ദുആരക്കപ്പെടുന്ന മാസം, പരിശുദ്ധമായ മാസം, റമളാനിന്റെ മുന്നോടിയായിട്ടുള്ള മാസം, പരിശുദ്ധമായ ബറാഅത്ത് രാവുള്ള മാസം. ഈ നല്ല നാളുകളിൽ നമ്മൾ അല്ലാഹുവിനോട് ദുആരക്കണം. നീ അല്ലാഹുവിലേക്ക് 2 കൈയും നീട്ടണം. നിന്റെ കണ്ണിൽ നിന്നിട്ട് ഒരിത്തിരി കണ്ണുനീറുറ്റണം. നാളെ ആഖിറത്തിൽ നരകത്തിൽ കടക്കാത്ത കണ്ണാണ്, നരകത്തിൽ പോവാത്ത തടിയാണ്. അല്ലാഹനെ ഓർത്തിട്ട് കരഞ്ഞ കണ്ണ്, അല്ലാഹനെ ഓർത്തിട്ട് കരഞ്ഞ കണ്ണുള്ളവർ അവർ നാളെ നരകത്തിൽ പോവില്ല. ഷഫീഉനാ റസൂലുള്ളാഹ്. നമുക്ക് കരച്ചിൽ വരില്ല, ഞമ്മ അള്ളാന്റെ മുമ്പിൽ കരയിലൊന്നുമില്ല, ഞമ്മ ദ്വാരക്കരയില്ല, നമുക്ക് ദ്വാരക്കാനേ നേരെയില്ല, നമുക്ക് ദ്വാരക്കാനേ സമയമില്ല. ഞമ്മ എപ്പോഴാ ദ്വാരുന്നത്? നമുക്കതിന് നേരമില്ല. ഞമ്മ ദിക്റ് ചൊല്ലുന്നില്ല, നമുക്കതിന് സമയമില്ല. ഇനി സമയം കണ്ടെത്തണം. ഇനിയുള്ള നാളുകൾ അതാണ്. ജീവിച്ചത്ര ഇനി ജീവിക്കാനില്ല. അല്ലാഹു തആല തന്ന ആയുസ് നമ്മളിന്ന് കുറഞ്ഞു പോവുകയും ഓരോ സെക്കൻഡുകൾ, ഓരോ മിനിറ്റുകൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുമ്പോ പടച്ച റബ്ബ് നമുക്ക് തന്ന ചെറിയ ആയുസ് പിന്നെയും 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 കുറയുകയാണ്. നമുക്ക് പിന്നെ പഴയ കാലത്തുള്ള ജനങ്ങൾക്ക് അല്ലാഹു കൊടുത്തതുപോലെ, പഴയ കാലത്തുള്ള പ്രവാചകന്മാർക്കും അവരുടെ ഉമ്മത്തീങ്ങൾക്കും അല്ലാഹു കൊടുത്തതുപോലെ ഒരുപാട് കാലത്തെ ആയുസ്, 100 കൊല്ലം, 200 കൊല്ലം, 300 കൊല്ലത്തെ ആയുസ്സൊന്നും നമുക്ക് അല്ലാഹു കണക്ക് കൂട്ടിയിട്ടില്ല. നമ്മള് ഉമ്മത്ത് മുഹമ്മദീങ്ങളാണ്. ഞങ്ങൾ ആയുസ് വളരെ കുറവാണ്. ഈ ചെറിയ ആയുസിന്റെ ഉള്ളില് കഴിവിന്റെ പരമാവധി അള്ളാഹുവിലേക്ക് മടങ്ങാൻ, അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ, അവന്റെ ദിക്റുള്ളവരാകാൻ, ഇതുപോലെയുള്ള മഹാന്മാരെ പിരിശം വെച്ച് നടക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. നാളെ മരണം വരുന്ന സമയത്ത്, മരിക്കാനാകുന്ന സമയത്ത് എങ്ങനെ ഞങ്ങൾ നേരെയാകാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് അങ്ങനെ ചിന്തിച്ചു പോയാൽ പടച്ച റബ്ബ് നമുക്ക് 1 സെക്കൻഡ് പോലും ആയുസ് നീട്ടിത്തരില്ല. നമ്മുടെ മരണം അത് ഈമാനോട് കൂടിയുള്ളതാകണം. നമ്മുടെ അവസാനം അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന നിലക്കാകണം. നമ്മുടെ ആഖിബത്ത് അല്ലാഹുവിന്റെ സ്വർഗം കണ്ടിട്ടാകണം. അതിന് ഞങ്ങൾ എന്ത് വേണമറിയോ? എപ്പോഴും അല്ലാഹുവിനോട് ദുആരക്കണം. പടച്ചവനെ, എന്റെ ആഖിബത്ത് സലാമത്താക്ക് റബ്ബേ, എന്റെ മരണം ഈമാനിലൂടെ ആക്ക് റബ്ബേ, ഷഹാദത്തിന്റെ കലിമ ചൊല്ലിയിട്ടാക്ക് റബ്ബേ എന്നിങ്ങനെ എപ്പോഴും ദുആരക്കണം അല്ലാഹുവിനോട്. കാരണം എന്താ? ഒരാളെ മരണം എങ്ങനെയെന്ന് പറയാൻ കഴിയില്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളുമായിട്ടുള്ള ഒരു യുദ്ധം. ആ യുദ്ധത്തിൽ സഹാബികൾ പങ്കെടുത്തു, നബിതങ്ങളും പങ്കെടുത്തു. ശത്രുക്കളുമായിട്ടുള്ള യുദ്ധമാണ്. ആ സമയത്ത് ശത്രുക്കളോട് പടപൊരുതുമ്പോ, ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട, മുസ്ലിം പക്ഷത്തുപെട്ട ഒരാളതാ ശത്രുക്കളോട് ഘോരഘോരമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. ഭയങ്കരമായ യുദ്ധം, കഠിനമായ യുദ്ധം, ഭയങ്കരമായ യുദ്ധം. അയാളതാ അങ്ങനെ പോരാടുകയാ. സഹാബികൾ പറയുന്നു, ആ മനുഷ്യൻ പോരാടുന്നത് പോലെ, ആ മനുഷ്യൻ യുദ്ധം ചെയ്യുന്നത് പോലെ, അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട് ആ മുസ്ലിം യുദ്ധം ചെയ്യുന്നത് പോലെ ഞങ്ങൾ ആരും യുദ്ധം ചെയ്തിട്ടില്ല. അത്ര കൊണ്ട് ഉഷാറായിട്ട് അയാൾ യുദ്ധം ചെയ്യുകയാണ്. അയാൾ ആ യുദ്ധത്തിന്റെ
സ്പിരിറ്റ് കണ്ട്, അയാളെ ഉന്മേഷവും ആവേശവും കണ്ട് സഹാബികളതാ നബിയോട് വന്നിട്ട് പറയുകയാണ്, പൊന്നാര നബിയേ, ആ മനുഷ്യന്റെ യുദ്ധം കണ്ടോ? അതേ, അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയിട്ട് അയാളതാ എല്ലാം മറന്നിട്ട് അടർക്കളത്തിൽ പോരാടുകയാണ്, അയാൾ യുദ്ധം ചെയ്യുകയാണ് എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോ പൊന്നാര നബി തങ്ങൾ പറഞ്ഞെന്തറിയോ? ഹുവ മിൻ അഹ്ലിന്നാർ, ഹുവ മിൻ അഹ്ലിന്നാർ, അവൻ നരകത്തിലാണ്. ഭയങ്കരമായിട്ട് ദീനിന് വേണ്ടി എല്ലാം മറന്നിട്ട് യുദ്ധം ചെയ്യുന്നവരാണ്. അയാളെ പറ്റി നബിയോട് വന്നിട്ട് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞെന്താ? ഹുവ മിൻ അഹ്ലിന്നാർ, അവൻ നരകത്തിലാണ്, അവൻ നരകത്തിലാണ്, അവൻ കത്തിയാടുന്ന നരകത്തിലാണ്, അവൻ നരകാഗ്നിയിൽ വീണ് കരിയുന്നവനാണ്. സഹാബികളാകെ ബേജാറായി. എന്താണ് കഥ? എന്താ കഥ? സഹാബികളാ പിന്നെയും തിരിഞ്ഞോ യുദ്ധക്കളത്തിലേക്ക്. അവിടെ ചെന്ന് നോക്കുമ്പോ അയാൾ യുദ്ധം ചെയ്യുന്നു. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ശത്രുവിന്റെ ഒരു വെട്ടയാൾ കേൾക്കുകയാണ്, ശത്രുവിന്റെ വാളിന്റെ ഒരു കുത്തയാൾ കേൾക്കുകയാണ്. വേദന കൊണ്ട് പൊളഞ്ഞ മനുഷ്യന്, വേദന കൊണ്ട് പെടക്കുന്ന മുസ്ലിമാ, മരണവെപ്രാളത്തിൽ പെടപെടക്കുന്ന മുസ്ലിമാ, അവസാനം മരണവേദന സഹിക്കവയ്യാതെ അയാളതാ തന്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് തന്നിലേക്ക് തന്നെ കുത്തിയിട്ട് അയാളെ ആത്മഹത്യ ചെയ്തു. ഹുവ മിൻ അഹ്ലിന്നാർ, അവൻ നരകത്തിലാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാ ഒരാളെ അന്ത്യം എങ്ങനെയെന്ന്, ഒരാളെ അവസാനം എങ്ങനെയെന്ന്, ഒരാളെ മരണം എങ്ങനെയെന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല. കണ്ടില്ലേ, അള്ളാന്റെ ദീനിന് വേണ്ടി എല്ലാം മറന്ന് യുദ്ധക്കളത്തിൽ അടരാടുന്ന മനുഷ്യന് അവസാനം ആത്മഹത്യ ചെയ്തിട്ടാണ് മരിച്ചു പോയത്. അയാളെ പറ്റിയ നബി തങ്ങൾ പറഞ്ഞ നരകത്തിലെന്ന്. അതുകൊണ്ട് എന്റെ മരണം എങ്ങനെ, നിങ്ങളെ മരണം എങ്ങനെയെന്ന് പറയാൻ കഴിയില്ല. പടച്ചറപ്പ് ഞങ്ങളെ ഈമാനുള്ള മരണം തന്ന് അനുഗ്രഹിക്കട്ടെ. മരണവേദനയില്ലാതെ അല്ലാഹു ഞങ്ങളെ സലാമത്താക്കട്ടെ. മഹാന്മാർ പേടിച്ച കാര്യമാണത്. അതുകൊണ്ടാണ് മഹാന്മാരായ വലിയവരായ നബിമാരെല്ലാം എന്തുവാരുന്ന്, പടച്ചോനെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാ, തവഫനി മുസ്ലിമാ, മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാ, എന്നെ നീ സ്വാലിഹ്യങ്ങളിൽ ചേർക്കണേ അല്ലാ, സ്വാലിഹ്യങ്ങളിൽ ചേർക്കണേ അല്ലാ. ഈ പറയുന്നവർ വലിയ സ്വാലിഹ്യങ്ങളാണ്, ഈ ദ്വാരക്കുന്നവർ വലിയ സ്വാലിഹ്യങ്ങളാണ്, ഈ ദ്വാരക്കുന്നവർ വലിയ മഹാന്മാരാണ്. എന്നിട്ട് പോലും അവർക്ക് ഞങ്ങളെ മരണം നാളെ എങ്ങനെയാകുമെന്നത് വലിയ പേടിയായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഈ ജീവിതത്തിന്റെ ഈ ചന്തവും ഈ ചേലും ഇതല്ല നാളെ ആഖിറത്തിന് വേണ്ടത്. മരിക്കുന്ന സമയത്തുള്ള ഈമാന് കിട്ടിയിട്ടുള്ള മരണം അതുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നെ രക്ഷപ്പെട്ടു. പിന്നെയുള്ള ലോകത്ത് നമുക്ക് മരണമില്ല, പരലോകത്ത് നമുക്ക് മരണമില്ല, ആഖിറത്തിൽ നമുക്ക് മരണമില്ല. അവിടെ ഉദിച്ച സൂര്യൻ അസ്തമിക്കാനില്ല, അവിടെ നട്ടുച്ച വെയിലില്ല, അവിടെ സായം സന്ധിയില്ല. സുഖലോക സ്വർഗത്തിൽ എപ്പോഴും സുപ്രഭാതമായിരിക്കുമെന്ന് മുസ്തഫായ റസൂലുള്ളാഹി. നല്ല ചൂടില്ലാത്ത ഒരു വെയില്, അതായത് ഒരു 9-10 മണിന്റെ നേരത്തെ ഇങ്ങനെ മഞ്ഞെല്ലാം വീണിട്ട് അങ്ങനെ ഉറ്റി വരുന്ന ആ ഒരു വെയിലില്ലേ, മഞ്ഞ് വീണ തണ്ണി ഉറ്റുന്ന ആ സമയം, നല്ല ചൂടില്ലാത്ത, അതാണ് സുപ്രഭാതം. അതായിരിക്കും നാളെ സ്വർഗലോകത്തിന്റെ അനുഭവമെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സ്വർഗത്തിന് വേണ്ടിയിട്ടായിരുന്നു മഹാന്മാർ ജീവിച്ചത്. അള്ളാഹനെ കാണുക, പരലോകം രക്ഷിച്ചെടുക്കുക, ഇതിനു വേണ്ടിയിട്ടായിരുന്നു മഹാന്മാർ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും അള്ളാഹനെ ഓർത്തിട്ട് കരഞ്ഞു, എപ്പോഴും സദാനേരം. മഹാന്മാരുടെ ചരിത്രത്തിൽ കാണാം, മഹാനായ ഖദർ നബി അലൈഹി ഇസ്ലാമിന്റെ ഒക്കെ, അയ്യൂബ് നബിയുടെ ഒക്കെ ചരിത്രത്തിൽ കാണാം, കരഞ്ഞിട്ട് 2 കണ്ണിന്റെ നടുവിലും തോടുപോലെ കണിയായിരുന്നു. തോടുപോലെ ഇവിടെ ഇറച്ചെല്ലാം പോയിട്ട് കണിയായിരുന്നു. കരഞ്ഞ് വെള്ളം അങ്ങനെ കീഞ്ഞിട്ട്. ആര്? അള്ളാന്റെ നബിമാർ. നമ്മള് കരഞ്ഞ
നമ്മൾ കരഞ്ഞോ? നാളെ പരലോകത്ത് ആരാരുമില്ലാത്ത ലോകത്ത്, ഒരു ചാണ മുകളിൽ സൂര്യൻ ഉദിക്കുന്ന ലോകത്ത്, ഭയങ്കരമായ ലോകത്ത്, ചുട്ടുപഴുത്ത മരുഭൂമിയിൽ നിൽക്കുന്ന ലോകത്ത്, ചെമ്പിന്റെ തകിടിനാലുള്ള മരുഭൂമിയാണ് അവിടെ. ആ ലോകത്ത് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോ അവിടെ വല്ലാത്ത ചൂട്, സുബ്ഹാനല്ലാഹ്. അവിടെ തണലില്ല, അവിടെ ബസ് സ്റ്റാൻഡിന്റെ തണലില്ല, അവിടെ മരത്തിന്റെ തണലില്ല, ഒന്നുമേ ഇല്ല. സബാത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. അവിടെ 7 കൂട്ടർക്ക് അല്ലാഹുവിന്റെ അർശിന്റെ തണലുണ്ട്. 7 കൂട്ടർക്ക് 7 കൂട്ടരെയും പറയാൻ ഇവിടെ സമയമില്ല. നാളെ പരലോകത്ത് അർശിന്റെ തണല് കിട്ടുന്ന ഒരു വിഭാഗം, ഒറ്റക്കിരുന്നിട്ട് അല്ലാഹുവിനെ ഓർത്തിട്ട് കരഞ്ഞ കണ്ണുള്ളവരാ, ഒറ്റക്കിരുന്നിട്ട് ദുആരന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞിട്ട് കണ്ണുനീർ വാർത്തവരാ, അല്ലാഹുവിനോട് ദുആരന്നിട്ട് കരഞ്ഞവരാ, അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞവരാ, അവർക്ക് നാളെ പരലോകത്ത് അർശിന്റെ തണലുണ്ടെന്ന് ശഫീഉൽ വറാ റസൂലുള്ളാഹി. കഴിവിന്റെ പരമാവധി ഞങ്ങൾ അല്ലാഹ്ക്ക് മുന്നിടണം, അള്ളാഹിന്റെ മുമ്പിലേക്ക് കരയണം. ഇൻഷാ അല്ലാഹ് റമളാനൊക്കെ വരാൻ പോകുന്നയാ. ഞമ്മ ഇപ്പോഴേ റെഡിയാണോ? എങ്ങനെ റെഡിയാണ്ടിയത്? സമൂസന്റെ പട്ടിയും പിന്നെ നിന്റെ സോജിന്റെ ഇതും കോളും കൊണ്ടുവന്നിട്ട് വെച്ചിട്ടല്ല. ഇബാദത്തിന് റെഡിയാണോ? സമൂസാക്കിന് റെഡിയാണോ എന്നല്ല പറഞ്ഞ, ഇബാദത്തിന് റെഡിയാണോ? വിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റമളാനിന്റെ ശ്രേഷ്ഠത, റമളാനിന്റെ പവിത്രത, റമളാനിന്റെ ആ വലിയ മഹത്വം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, അറിയും പോലെ അറിഞ്ഞിരുന്നുവെങ്കിൽ കാലം മുഴുവനും റമളാനാകണേ, ദിനമേതും റമളാനാകണേ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമായിരുന്നു. പക്ഷേ നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല, നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും റമളാൻ തന്നെയാണോ നമുക്ക് ആശ ഉണ്ടാ? ഇപ്പോഴേ ഫോണാക്കിട്ട് ചോദിക്കുന്നത് ഈ കൊല്ലം പെരുന്നാളെപ്പാവും, നോമ്പപ്പാവും എന്നല്ല, പെരുന്നപ്പാവും, ഓനോട്ടാരെ പൊക്കിളി വിരിച്ചിട്ട് തിന്നണം. ഇപ്പോഴേ ഫോണാക്കിട്ട് കേൾക്കുന്നതാണ് നോമ്പപ്പാവുന്നല്ല. നമുക്കതൊരു ആശയമല്ല, നമുക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല, നമുക്ക് നോമ്പും കാര്യത്തോടൊന്നും വില മതിപ്പൊന്നുമില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, നമുക്ക് അല്ലാഹു തആല തന്നത് പരിമിതമായ കുറഞ്ഞ ആയുസ്. ഈ ആയുസ്സിനുള്ളിൽ നമ്മളിവിടെ ജീവിക്കുമ്പോ നമ്മൾ അല്ലാഹു തആലാക്ക് നല്ലോണം തഖ്വയുള്ളവരാകണം. അല്ലാഹുവിനെ തഖ്വ ചെയ്തിട്ട് അല്ലാഹുവിനെ അറിഞ്ഞ് മരിച്ചുപോയ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരായ നല്ലവരായ ഔലിയാക്കളോട്, സ്വാലിഹീങ്ങളോട് നല്ലൊരു മഹബത്ത് നമുക്കുണ്ടാകണം. അവരോടൊരു പിരിശപ്പാട്, അവർക്ക് ഫാത്തിഹ ഓതുക, അവരെ മേലെ നേർച്ച കൊടുക്കുക, അവരെ മേലെ ഹദിയ കൊടുക്കുക, സ്വതക്ക കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അൽഹംദുലില്ലാഹ്, നിങ്ങൾ നോക്കൂ, നമ്മുടെ ഈ തോടാറ് ജമാഅത്ത് എന്ന് പറയുമ്പോ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു മാതൃകാ ജമാഅത്താണ്. നമ്മുടെ ദക്ഷിണ ജില്ലയിൽ തന്നെ അറിയപ്പെട്ട ഇതിഹാസ പ്രസിദ്ധ ജമാഅത്താണ് തോടാർ. പഴയകാലത്ത് ഒരുപാട് വലിയ അലിമീങ്ങളൊക്കെ ദർസ് നടത്തിയ നാള് ഒന്നരായ ശൈഖുന, നമ്മുടെ ഈ വേദിക്ക് തന്നെ, ഈ നഗരിക്ക് തന്നെ പേര് മഹാനരായ ഗുരു ശൈഖുന എം.എ. ഖാസിം ഉസ്താദ് അവറുകളുടെ പേരാണ്. നമ്മുടെ മഹാനരായ ഗുരുവര്യരാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാനരായ കേന്ദ്ര മുഷാവർ അംഗമായിരുന്നു, വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി ആയിരുന്നു, ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയുടെ സ്ഥാപക നേതാവായിരുന്നു, അതിന്റെ പ്രിൻസിപ്പൾ ആയിരുന്നു, മൂടികര സംയുക്ത ജമാഅത്ത് ഖാദിയായിരുന്നു. ഒരു കാലത്ത് ചരിത്രമുറങ്ങുന്ന ഈ തോടാറ നാടിന്റെ പ്രഗത്ഭരായ മുദരിസും ഖത്തീബുമായിരുന്നു ഒന്നരായ ശൈഖുന ഖാസിം ഉസ്താദ്. അല്ലാഹു തആല പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ.
അള്ളാഹു പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. പരിശുദ്ധമായ അറഫ നാളില്, ദുൽഹജ്ജ് 9 അറഫ നാളില് പരിശുദ്ധമായ നോമ്പ് നോച്ചിട്ട് മഹാന്മാരായ ഔലിയാക്കളെ സിയാറത്ത് ചെയ്തിട്ട് ഉപ്പള മൂസോടി കടപ്പുറത്തുള്ള മഹാനരായ വലിയുള്ളാഹി ബാബാ ഫഖറുദ്ദീൻ തങ്ങളവറുകളെ സിയാറത്ത് ചെയ്തിട്ട് അറഫ നാളിന്റെ സുന്നത്ത് നോമ്പ് നോറ്റ് ആ മഹാനരെ മക്കാം സിയാറത്ത് ചെയ്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനാണ് ശൈഖുന എം.എ. ഖാസിം മുസ്ലിയാർ. അല്ലാഹു തആല പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഇത്ര വലിയ മഹാന്മാരാണ്. അവർക്കൊക്കെ അല്ലാഹു തആല നല്ല മരണം കൊടുത്തത് ചെറിയ വിഷയമല്ലല്ലോ. അവരുടെ ജീവിതം അങ്ങനെ ആയതുകൊണ്ടാണ്. മരിക്കുന്ന സമയത്ത് പോലും നോമ്പുകാരനായിരുന്നു. നമുക്ക് നോമ്പുമില്ല, ഒന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. നമ്മളങ്ങനെ പോകണം. ഞങ്ങള് മുസ്ലിം അല്ലെ? ഞങ്ങള് മുസ്ലിം. നീ മുസ്ലിം, വോട്ടർ പട്ടികയിൽ മുസ്ലിമാണ്, ആധാർ കാർഡിലും മുസ്ലിമാണ്, ഐഡന്റിറ്റി കാർഡിലും മുസ്ലിമാണ്, റേഷൻ കാർഡിലും മുസ്ലിമാണ്. പക്ഷെ അള്ളാന്റെ അടുക്കൽ മുസ്ലിം ആവണമെങ്കിൽ കുറച്ചു പണിയുണ്ട്. 1 നമ്പർ മുസ്ലിമാണെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞ, അള്ളാന്റെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സാധാരണ അള്ളാഹുവിനോട് പറഞ്ഞിട്ട് കരഞ്ഞു ദുആരുന്നിരുന്ന ഒരു ദുആയുണ്ട്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖവാല നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ ഫഅഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീമി. പടച്ച റബ്ബേ, ഞാൻ നിന്റെ സ്വർഗ്ഗത്തിന് അർഹനല്ല. പറയുന്ന ആളാര്? സ്വർഗത്തിന് എല്ലാം കൊണ്ടും ഫസ്റ്റ് അർഹനാണ് എന്ന് പറയപ്പെട്ട മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ. നിന്റെ അനുഗ്രഹപൂരിതമായ സുഖലോക സ്വർഗത്തിന് ഞാൻ ഒരിക്കലും അർഹനല്ല. എന്റെ കയ്യിൽ അമലില്ല, നന്മകളില്ല റബ്ബേ, സുഹൃതങ്ങളില്ല, നല്ല കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇല്ല റബ്ബേ, വലാ ഖവാ അലാ നാരിൽ ജഹീമി. ഭീകരമായ, കഠിനമായ, കഠോരമായ, ഭയപ്പെടുത്തുന്ന നരക, അതേ ഭയങ്കരമായ നരക, കത്തിയാടുന്ന നരക, ആ നരകത്തിൽ വീണിട്ട് കരിയാൻ എന്നെ കൊണ്ടു ആവില്ല റബ്ബേ. കാരണം ഞാൻ ബലഹീനനാണ്, ഞാൻ ശക്തനാണ്. അവിടെയുള്ള തീകുണ്ടാരത്തിൽ വീണിട്ട് കരിയാനോ, അവിടെയുള്ള പാമ്പിന്റെ ധ്വംസനമേൽക്കാനോ, അവിടെയുള്ള സബാനിയാക്കളുടെ ദണ്ടുകളുടെ അടിയേൽക്കാനോ എന്നെ കൊണ്ട് കഴിയില്ല അല്ലാഹ്. സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരാമലും ഞാൻ ചെയ്തിട്ടില്ല റബ്ബേ. നരകത്തിലേക്ക് പോകാൻ എനിക്ക് കഴിയില്ല റബ്ബേ. അതുകൊണ്ട് അല്ലാഹ് ഫഹബ്ലി തൗബതൻ റബ്ബേ, നീ എന്റെ സകലമാന പാപങ്ങളും പുറത്തിട്ട് എന്നെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പ്രാർത്ഥനയാണതെങ്കിൽ ഞങ്ങൾ എത്ര ദ്വാരക്കണോ, ഞങ്ങൾ അല്ലാഹുവിനോട് എത്ര കരയണോ, എത്ര കണ്ട് അല്ലാഹുവിലേക്ക് മുന്നിടണോ, എത്ര കണ്ട് റബ്ബിനെ സുജൂദ് ചെയ്യണോ, എത്ര കണ്ട് റബ്ബിനെ ദിക്റുള്ളവരാകണോ. പൊന്നു മുസ്ലിമേ, അല്ലാഹുവിലേക്ക് മടങ്ങിക്കോ, പള്ളികളിലേക്ക് മടങ്ങിക്കോ, മഹാന്മാരിലേക്ക് മടങ്ങിക്കോ. അവിടെയാണ് നമുക്ക് രക്ഷയുള്ളത്. അങ്ങനെയായെങ്കിൽ മാത്രമേ നമുക്ക് നാളെ നല്ല നിലക്ക് മരിക്കാൻ കഴിയുകയുള്ളൂ. പടച്ച റബ്ബ് ഞങ്ങളെ ഈമാൻ സലാമത്താക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം ഏകദേശം തീർന്നു. പറയപ്പെട്ട അനുവദിക്കപ്പെട്ട സമയമായി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരന്നിട്ട് പിരിയാം. ഉമ്മമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളൊക്കെ ഇവിടെ പരിപാടികളുണ്ട്. വലിയവരായ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ
തങ്കന്മാരൊക്കെ ഇൻഷാ അല്ലാ വരും നാളുകളിലും ഇവിടെ നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിക്കേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ വന്നിട്ട് സംബന്ധിക്കണം, പരിപാടി വിജയിപ്പിക്കണമെന്ന് സംഘാടകർക്ക് വേണ്ടി ഞാനും ആവശ്യപ്പെടുകയാണ്. ഇൻഷാ അല്ലാ നാളെ അവരുടെ ദുആയിൽ നിങ്ങളെല്ലാവരും ആമീൻ പറയാൻ, അവർ ദുആരക്കുമ്പോൾ നിങ്ങൾക്കും കൂടി ആ ദുആയിൽ ഭാഗവക്കാകാൻ നിങ്ങൾ നല്ലൊരു സദക്ക ആ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. ഇൻഷാ അല്ലാ ആ കൊടുത്തതൊന്നും വെറുതെ ആവില്ല. നമ്മുടെ നാട്ടിൽ ദർസുണ്ട്, നമ്മുടെ നാട്ടിൽ കോളേജ് ഉണ്ട്, നമ്മുടെ പള്ളിയിൽ ഒരുപാട് മദ്രസന്റെ പണ്ഡിത ഉസ്താദന്മാരുണ്ട്. ഇൻഷാ അല്ലാ നിങ്ങൾ കൊടുക്കുന്ന ഓരോ നാണയത്തുട്ടുകളും ആ നല്ല കാര്യങ്ങൾക്ക് മാത്രമേ ചെലവഴിക്കപ്പെടുന്നുള്ളൂ. അത് ഒരിക്കലും അനാവശ്യമായിട്ട് പോകുന്നില്ല, അത് ഒരിക്കലും അല്ലാഹ് പൊരുത്തപ്പെടാത്തതിലേക്ക് ചെലവഴിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അള്ളാന്റെ വഴിയിൽ നിങ്ങൾ ധാരാളം കൊടുക്കുക. പടച്ചറബിന് കൊടുക്കുന്നവർക്ക്, പടച്ചറബിന് വേണ്ടി ചെലവഴിക്കുന്നവർക്ക്, അള്ളാന്റെ വഴിയിൽ ദാനധർമ്മം കൊടുക്കുന്നവർക്ക് പടച്ചറബ് തിരിച്ചു കൊടുക്കുമെന്ന് മുസ്തഫായ റസൂലുള്ളാഹി. സദഖ കൊടുത്താലുള്ള നേട്ടങ്ങൾ എത്ര എണ്ണിയാൽ തീരാത്തതാ. ഞാനും നിങ്ങളും കൊടുക്കുന്ന പൈസക്ക് അല്ലാഹു തആല തരുന്ന പ്രതിഫലം എത്രയാണ്? ഒന്നാമത് നമുക്ക് അല്ലാഹു തആല ആയുസ്സേറ്റി തരും. രണ്ടാമത് ഞങ്ങളെ ദുആക്ക് അല്ലാഹു തആല ഇജാബത്ത് നൽകും. മൂന്നാമത് ഞങ്ങളെ ഖബർ ലോകം അല്ലാഹു വിശാലമാക്കി തരും. നാലാമത് ആഫത്ത് ബലാ മുസീബത്തുകളെ തൊട്ട് അല്ലാഹു തആല ഞങ്ങളെ കാക്കും. അതുപോലെ തന്നെ അള്ളാഹിന്റെ കോപത്തെ തൊട്ട് അല്ലാഹു ഞങ്ങളെ കാക്കും. എല്ലാം സദഖ കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളാണ്, ദാനധർമ്മം കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളാണ്. ഒരാൾക്ക് കൊടുത്തത് കൊണ്ട്, പ്രത്യേകിച്ച് കൊടുക്കാൻ പറ്റിയതാണല്ലോ പള്ളിയും കാര്യങ്ങളൊക്കെ. ഇത് അള്ളാന്റെ പള്ളിയല്ലേ, ധാരാളം കൊടുക്കുക. നിങ്ങൾ തന്നതിൽ, അല്ലാഹു തആല നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ ധാരാളം കൊടുക്കുക. അവർ ഈമാനുള്ള മുഅ്മിനീങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ, എല്ലാ സമയത്തും അള്ളാന്റെ വഴിയിൽ ചെലവഴിക്കുന്നവർ അവർ യഥാർത്ഥ മുഅ്മിനീങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നല്ലോണം കൊടുക്കുക, അള്ളാന്റെ വഴിയിൽ ധാരാളം സദഖ ചെയ്യുക. പടച്ചറബ് അവന്റെ ദീനിന് ചെലവഴിക്കപ്പെടുന്ന, അവന്റെ നല്ല കാര്യങ്ങൾക്കൊക്കെയും ഉപകാരപ്പെടുന്ന, കുടുംബത്തിനും സ്വന്തത്തിനും ചെലവാക്കാൻ പറ്റുന്ന നിലക്കുള്ള, അവനെ മറന്നു കളയാത്ത, അവനിലേക്ക് ഏറെ അടുപ്പിക്കുന്ന മുതലും സമ്പത്തും കച്ചവടവും ജോലിയും കൂലിയും എല്ലാം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. തന്നതിലും ബാക്കി വെച്ചതിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. തന്നതിലും ബാക്കി വെച്ചതിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്.